മഴയായി പാടാം, മധുമയമായി ഞാൻ നനയാം, ഇനിയിലെ കിളികൾ തൻ തൊടിയിലെ ഓണമായി ഓണങ്ങൾ തേടും പുതുമഴയായി പൊഴിയാം. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇൻജോർഡിംഗ് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ഇൻജോർഡിംഗ് പ്രോഗ്രാമിൽ നമുക്ക് ഒരു ഫാമിലി റെഡി ആയിട്ടിരിക്കുകയാണ് മത്സരിക്കാനായിട്ട്. ഇന്നൊരു പ്രത്യേകത ഉണ്ട്. ഈ ചേട്ടൻ്റെ ചേച്ചിയുടെയും 15ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ആദ്യം തന്നെ അവർക്കൊരു ആശംസ. ഇനി നമുക്ക് ഒന്ന് പരിചയപ്പെടാം എല്ലാവരെയും. എന്താ പേര്? യദു. സ്ഥലം എവിടെയാ? തറവൂർ. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഏത് ക്ലാസ്സിലാ? 9ാം ക്ലാസ്. 9ാം ക്ലാസ്സിലായതേ. എൻ്റെ ഒരു പ്രക്ഷോഭം എന്നാണ്. ഞങ്ങൾ തുറവൂര്, ആലപ്പുഴ തുറവൂരിന്നാണ് വരുന്നത്. ഞാനൊരു പോലീസുകാരനാണ്. ഞാൻ പോലീസാ? വൈഫിന്റെ പേര് ടിൻറ്റുമോൾ. ജീവിതത്തിൽ ആദ്യമായി ടിൻറ്റുമോളെ കാണാൻ ടിൻറ്റുമോനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? ടിൻറ്റുമോള് കേട്ടിട്ടില്ല. എൻ്റെ ഏറ്റവും ഇളയ മകൻ അശ്വിൻ കൃഷ്ണ. പുള്ളി 9th പഠിക്കണം. 9th അല്ല, 6th പഠിക്കണം. ഇത് 9th. ഓക്കെ. ചേച്ചി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സ്വന്തമായിട്ട് ഒരു ട്യൂഷൻ സെന്റർ ഉണ്ട്. ഇടും. അപ്പോൾ നല്ലൊരു ഫാമിലി നല്ല സഹകരണമാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴേ ഈ ചേട്ടനും ചേച്ചിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു മത്സരിക്കാനൊക്കെ. പിന്നെ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യമാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് പ്രതീക്ഷിക്കുന്നത്. മിക്കവാറും എനിക്ക് രസകരമായ ആൻസർ തന്നെ കിട്ടും. ചേട്ടൻ ചേച്ചിക്ക് നല്ല കോമഡിയാണ്. ഞാൻ വന്നിട്ട് നമുക്ക് നിന്ന് ചോദിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ചോദിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ സംസാരിച്ചു. നിൽക്കണോ എന്ന് ചോദിച്ചു. അപ്പോഴേ എനിക്ക് മനസ്സിലായി കോമഡിയുടെ താരമാണെന്ന് മനസ്സിലായി. അപ്പോൾ 20 സെക്കൻഡിനുള്ളിൽ പറയാൻ ശ്രമിക്കണം ആൻസർ. 20 സെക്കൻഡ്. ആരാണോ ഇന്ന് ഏറ്റവും കൂടുതൽ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി. ഇല്ല. ഓക്കെ. ചീകി ഒതുക്കാൻ പറ്റാത്ത ഒരു മുടിയുണ്ട്. ഏതാണ് ആ മുടി? ചീകി ഒതുക്കാൻ പറ്റാത്ത മുടി. വാർമുടി അല്ല. വാർമുടി എന്താ സംഭവം സത്യത്തിൽ? അതല്ല, അതൊക്കെ പറ്റും. ഇത് ഒരു കോമഡിയാണ്. ചീകി ഒതുക്കാൻ പറ്റാത്ത മുടി. കൊടുമുടി. റൈറ്റ് ആൻസർ ആണ്. ഓക്കെ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കോൺസ്റ്റബിളോ SI എന്താ? പോലീസ് ഓഫീസറാണ്. ഓക്കെ. എനിക്ക് പോലീസുകാരെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ചോദിച്ചത്. പോലീസുകാരെ പൊതുവെ ജനങ്ങൾക്ക് ഇഷ്ടമല്ലെന്നാണ് എൻ്റെ ഒരു ധാരണ. അല്ല, എന്തായാലും നമ്മളെല്ലാവരെയും കെയർ ചെയ്ത് നിർത്തുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കപ്പിത്താൻ ഇല്ലാത്ത ഒരു ഷിപ്പ് ഉണ്ട്. ഏതാണ് ആ ഷിപ്പ്? വർക്ക്ഷിപ്പ്. കപ്പിത്താൻ ഇല്ല. ഹോംവർക്ക്. കപ്പിത്താൻ ഇല്ലാത്ത ഷിപ്പ്. നിങ്ങൾക്കൊക്കെ ഉണ്ടോ ഷിപ്പ്? ഞങ്ങൾ ഇന്ന് തന്നെ ഈ ഒരു നല്ല ദിവസത്തിന് ഞങ്ങൾ ഡൈവേഴ്സ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ അതിന് കാരണക്കാരിയാകുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് കുട്ടികളുമായിട്ട് കൂട്ട് കൂടുതൽ. അപ്പൊ ക്രിമിനൽ മൈൻഡ് ആണല്ലേ പുള്ളിക്കാരൻ. അതാണ് പെട്ടെന്ന് 2% ആൻസർ പറഞ്ഞപ്പോഴത്തേക്ക് ഡിവോഴ്സ് ടിൻറ്റുമോളല്ലേ, അങ്ങനെയല്ലേ നിൽക്കൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏത് ചോദ്യത്തിന്റെ ഉത്തരമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? ഒരു ചോദ്യത്തിന്റെ ഉത്തരം എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ടൈം കഴിഞ്ഞ് അടുത്ത ഇതിലാണ് വീണ്ടും മാറും. അങ്ങനെ കറണ്ട് അഫയേഴ്സ് ക്ലൂ ഞാൻ തന്നു കഴിഞ്ഞു. ഇതിനൊക്കെ തന്നു കഴിഞ്ഞു.
വാട്ട് ഈസ് ടൈം വാട്ട് ടൈം ഈസ് നൗ കറക്റ്റ് ആൻസർ ആണ്. സമയം എന്തായി എന്നാണ് ആൻസർ. അപ്പോൾ ചേട്ടനും മിടുക്കനാണ്. അല്ല മിടുക്കനല്ല ഇത്, പക്ഷേ ഇതിൽ കോമഡി ഇല്ലല്ലോ. അതില് കുസൃതി എന്തായിരിക്കണം. വാട്ട് ടൈം ഈസ് നൗ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാമേ. കുസൃതിയുള്ള ചോദ്യം ചോദിക്കാം. ആർക്കും ഇഷ്ടമല്ലാത്ത സുഖം എന്താണ്? ആർക്കും അസുഖം. വേണ്ട, മോനും ഒരു ആൻസർ പറഞ്ഞു തുടങ്ങി. ഓ, അച്ഛൻ്റെ ഒരു കൈ. അടുത്ത് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. തലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഓഫീസ് ഏതാണ്? തലയ്ക്ക് പ്രാധാന്യം. ഹെഡ് ഓഫീസ്. കറക്റ്റ് ആൻസർ. ഇവിടെ 3 ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. മുന്നിട്ട് കണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ആണുങ്ങൾക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കോമഡി ഇല്ല എന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ ഞാൻ കോമഡി തരാം. ആണുങ്ങൾക്ക് 1 പെണ്ണുങ്ങൾക്ക് 2 ഉള്ളത് എന്താണ്? പെണ്ണുങ്ങൾക്ക് 2 ഉള്ളത് എന്താണ്? അഹങ്കാരമല്ല. ആണുങ്ങൾക്ക് 1 പെണ്ണുങ്ങൾക്ക് 2 ഉള്ള സാധനം എന്താണ്? ശരിയെന്ന് നോക്കും. അറിയില്ല. കുസൃതി ചോദ്യമാണ്. ആണുങ്ങൾക്ക് 1 പെണ്ണുങ്ങൾക്ക് 2 ഉള്ള സാധനം. കമ്മലല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കമ്മലിന്റെ ആൻസർ പറഞ്ഞേ ആണുങ്ങളാകെ 1 കുട്ടത്തുള്ള ഒരു കാതില്. ഭയങ്കര ബുദ്ധിയാണ്, പക്ഷെ അതല്ല ആൻസർ. അപ്പോൾ ടൈം ഔട്ടായി. ആണ് പെണ്ണ് 2. അങ്ങനെയാണ് ചിന്തിച്ചത്. എപ്പോഴും താഴെ തട്ടുന്നതാണ് ചിന്തിക്കാതെ. അതാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തിന്നാൻ പറ്റുന്ന നിറം ഏതാണ്? തിന്നാൻ പറ്റുന്ന നിറം ഓറഞ്ച്. ഇവിടെ ആൻസർ ഒന്നു. അമ്മയും മോനും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ പാട്ട് പാടുന്നുണ്ടോ? ചേട്ടൻ പാട്ട് പാടും. ഒരു പാട്ട്. അപ്പോൾ 15ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് തന്റെ ഭാര്യയ്ക്ക്, പ്രിയതമനിക്ക് നമ്മുടെ ചേട്ടൻ പാടുന്ന ഒരു ചെറിയ സോങ്. പാട്ട് പാടാനാണോ? ഒന്നുമില്ലേ? ചേച്ചി പാടത്തില്ലേ? ഓക്കെ. പുതുമഴയായി പാടാം, മധുമയമായി ഞാൻ നനയാം, ഇനിയിലെ കിളികൾ തൻ തൊടിയിലെ ഓണമായി ഓണങ്ങൾ തേടും പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാം. അടിപൊളി. ഞാനേ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. പുതുമഴയായി എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചേ പുതുമഴയായി അതായിരിക്കും ഭാര്യയെ കുറിച്ച് പാടാൻ. ഭാര്യയ്ക്ക് വേണ്ടി വാർഷികത്തോടനുബന്ധിച്ച് ഒരു സ്നേഹപൂർവ്വം ഒരു പാട്ട് പാടാൻ പുതുമഴയായി ഞാനെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി 7 ക്വസ്റ്റ്യൻ ആയി. ഇനി 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 1 കൊല്ലം ഉറപ്പായും ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന ഒരു സാധനം. 1 കൊല്ലം ഉറപ്പായിട്ടും ഇത് ഗ്യാരണ്ടി ഉണ്ട്. എന്താണ്? നമ്മുടെ വീട്ടിലൊക്കെ വയസ്സല്ല, ഉറപ്പായിട്ടും ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന ഒരു സാധനം. വീട്ടിലൊക്കെ ഉണ്ട്, എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. ഇനിയിപ്പോ ഒരു വർഷമല്ല, വർഷമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു സാധനം. ന്യൂ ഇയർ അല്ല, ക്രിസ്മസ്. വർഷമായിട്ടൊക്കെ ബന്ധമുള്ള സാധനമാണ്. 1 വർഷം ഫുള്ള് ഗ്യാരണ്ടി നൽകാൻ പറ്റിയ ഒരു സാധനമാണ് ചോദിച്ചത്. വർഷമായിട്ടൊക്കെ ബന്ധം. ദിവസം ഏജില്ല. 1 വർഷം ഫുള്ള് ഗ്യാരണ്ടി നൽകാൻ പറ്റിയ സാധനം. ഇനി ഒരു 2 മാസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് പുതിയത് വരും. കലണ്ടർ. കറക്റ്റ് ആൻസറാണ്. 4 ക്വസ്റ്റ്യന്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യൻ. മീനുകൾക്ക് പേടിയുള്ള ഒരു ദിവസമുണ്ട്. ഏതാണ് ആ ദിവസം? മീനുകൾക്ക് പേടിയുള്ള ദിവസം. ഫ്രൈഡേ. കറക്റ്റ് ആൻസർ. കണ്ടോ, ടീച്ചർ ഇങ്ങനെ ആൻസർ പറഞ്ഞിരിക്കുക. പറ്റില്ല. നമുക്കിപ്പോ അങ്ങനെ അങ്ങ് പറയാല്ലേ.
ഇത് പത്താമത്തെ ക്വസ്റ്റ്യൻ. ആവശ്യക്കാർ വാങ്ങാറില്ല, വാങ്ങുന്നവർ ഉപയോഗിക്കാറുണ്ട്. ശവപ്പെട്ടി. Yes. നേരത്തെ അറിയായിരുന്നല്ലോ. സോഷ്യൽ മീഡിയസ് യൂസ് ചെയ്യുന്ന ആളാ, അദ്ദേഹത്തിന് അറിയാൻ പറ്റും ഇതൊക്കെ. അയ്യോ, യൂസ് ചെയ്യാത്ത ഒരാള് കൂടുതൽ യൂസ് ചെയ്യണത് ഇവിടെ ഈ ചേട്ടനായിരിക്കും അല്ലേ? എപ്പോഴും വീട്ടിൽ അതിലല്ലേ നിങ്ങൾ കൂടുതൽ മഴ കൂടാറുള്ളത് മൊബൈൽ ഉപയോഗിക്കുന്നത്? ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര സ്നേഹം. അതല്ലേ ഞങ്ങളുടെ സക്സസ്. കാണാൻ നേരം ഇല്ലാത്തതുകൊണ്ടാണ്. അടിവിടാനൊന്നും നേരമില്ല. ഇപ്പൊ 2 ദിവസം ലീവ് എടുത്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ നമ്മൾ ട്രാവൽ ചെയ്ത് ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇവിടെ വന്നത്. അതെ, നാളെ മുതൽ വീണ്ടും നമ്മൾ നമ്മുടെ റണ്ണിങ്ങിലേക്ക് ഇദ്ദേഹത്തിന്റെ വഴിക്കും പോകും. വല്ലപ്പോഴാണ് കാണുന്നത്. അതൊരു സക്സസ് തന്നെയല്ലേ അല്ലേ? ഇങ്ങനെ പോകുന്നതാണ് നല്ലത്. ഹാപ്പി ഫാമിലി കണ്ടപ്പോഴേ മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ എൻജോയ്ഡിങ് പ്രോഗ്രാമിന്റെ വിജയി നമ്മുടെ ടിൻറ്റുമോൾ ചേച്ചിയാണ്. ചേച്ചിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം ആയതുകൊണ്ട് നമ്മളൊന്നും വന്നില്ലേ. അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ടീച്ചറാണ് സംസാരിക്കാൻ പഠിക്കും. ഞങ്ങൾ ശരിക്കും ഹാപ്പിയാണ്. ഞാൻ ശരിക്കും ടയേർഡായ വന്നോട് ഇരുന്നത്. അപ്പോഴത്തേക്കാണ് വളരെ പ്ലസന്റ് തോട്ട്സുമായിട്ടും ഐഡിയാസായിട്ട് രണ്ടുപേരും ഞങ്ങൾക്കിലോട്ട് വരുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു ലക്ഷർ ടൈം, ഒരു ടയേർഡായിട്ടുള്ള ആ ടൈം വളരെ എൻജോയബിളായി. ഞങ്ങൾ അതൊക്കെ പെട്ടെന്ന് മറന്ന് എൻഗേജ്ഡ് ആയി സംതിങ്ങിൽ. ഇതാണ് നമ്മുടെ ഞങ്ങൾ ട്രാവലിങ്ങിനുള്ള ഒരു കപ്പാസിറ്റി ഗെയിൻ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിൽക്കുന്ന എന്ന് വെച്ചാൽ നല്ല ബിസി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു എൻജോയ്മെന്റ് ആകുന്നതിന് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ആവട്ടെ, അതാണ് നമ്മുടെ ഈ ഒരു വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സ്പോൺസേർഡ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻജോയ്മെന്റ് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ ബൈ.